ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി ഇന്ന് രാത്രി മഹത്വപ്പെടട്ടെ. ദൈവപാദപിടങ്ങളിൽ ഒരുമിച്ച് ഇന്ന് രാത്രി ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്ന് രാത്രി ദൈവപാദപിടങ്ങളിൽ നമ്മളെല്ലാവരും ആയിരിക്കുന്നത് സ്തോത്രം കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യത്തിന് കാരണമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ, സ്തോത്രം. ആമേൻ. വളരെ ശാരീരികമായ ബലഹീനതയുടെ നടുവിലാണെന്ന് രാത്രി നിൽക്കുന്നതെങ്കിലും കർത്താവ് ഇത്രത്തോളം നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗമുണ്ടായിരുന്നു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. മതി, സ്തോത്രം. ഈ ഭാഗത്ത് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുവാനിടയായി. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഈ രാത്രി ഈ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇവിടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം. ആശിക്കുന്നതിൻ്റെ ഉറപ്പും ഇന്ന് നമ്മൾ കാണാത്തതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നിശ്ചയം. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമുക്ക് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലൊരു നിശ്ചയമില്ല. അപ്പോഴാ കർത്താവിൻ്റെ വചനം നമ്മളെ നോക്കി പറയുന്നത്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയം ഞാൻ തരാൻ പോവാ. അതാ വിശ്വാസം. എന്നാൽ 2 കൊരിന്ത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇന്ന് രാത്രി കൊരിന്തിയ സഭയോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാം, ഞങ്ങൾ നടക്കുന്നത് കുറച്ച് പണമുള്ളത് കൊണ്ടല്ല, ഞങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ല, ഞങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കൂട്ടരുള്ളത് കൊണ്ടല്ല, ഞങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി ആൾബലമുള്ളത് കൊണ്ടോ, ഇത്തിരി ധൈര്യശാലികളുള്ളത് കൊണ്ടോ, ഇത്തിരി കൈവുള്ളവർ ഉള്ളതോ കൊണ്ടല്ല ഞങ്ങൾ നടക്കുന്നത് എങ്ങനാ? സ്തോത്രം, വിശ്വാസത്താൽ. ആമേൻ, സ്തോത്രം. കയ്യിൽ പണമുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും, ആരോഗ്യമുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും, ആൾബലമുണ്ടെങ്കിൽ കാണാൻ കഴിയും. ആമേൻ. പുറമേയുള്ള കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ തൻ്റെ ഭക്തൻ പറയുന്നു, ഞങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയാത്തൊരു വിശ്വാസം ഞങ്ങളിൽ വ്യാപരിക്കുന്നു. ആ വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. ആ വിശ്വാസം മൂലമാണ് ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലുള്ള ചില സംവിധാനങ്ങളാലല്ല. ഞങ്ങൾ നടക്കുന്നത് ദൈവകൃപ പ്രാപിച്ച ദൈവവൈതലേ, ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, ഞാനും നീയും നടക്കുന്നത് ഈ നാളുകളിൽ സ്തോത്രം കാഴ്ചയാലുള്ള ചില സംവിധാനങ്ങളാലല്ല. കാണുവാൻ കഴിയാത്ത വിശ്വാസം ഈ നാളുകളിൽ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നത് കൊണ്ട്, ആമൻ, വിശ്വാസം നമ്മിൽ വ്യാപരിക്കപ്പെടുന്നത് കൊണ്ട് ആ വിശ്വാസത്താൽ അത്രേ ഈ നാളുകളിൽ നമ്മൾ നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും ആമേൻ, ദൈവം എന്നെ നടത്തുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ഒരിക്കൽ യേശു കർത്താവ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 വട്ടം എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മയിൽ തന്നെ 2 ഭാഗത്ത് യേശു ശിഷ്യന്മാരെ വിളിച്ചു, അല്പവിശ്വാസികളെ. എന്തിനായി അല്പവിശ്വാസികളെ എന്ന് വിളിച്ചേ? 2 ഭാഗം നമ്മൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കൽ, ആമേൻ, സ്തോത്രം, സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു.
സ്തോത്രം. യേശു എന്ത് ചെയ്തു? പടകിൽ കയറി അമരത്ത് തലചായ്ച്ച്. എന്നാൽ ഈ സമയം ശിഷ്യന്മാരെല്ലാം ഉണർന്നിരിക്കുക. കാറ്റും കോളും ഉണ്ടായി. അവിടെ എഴുതിയിരിക്കുന്ന തിര തള്ളി കയറുകയാൽ പടക് മുങ്ങുമാറായി. ഇവർ നിലവിളിച്ചു, അയ്യോ കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്താ ചോദിക്കുന്നേ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ. യേശുവിനാ ചോദ്യം, നിനക്ക് വിചാരമില്ലയോ? ഞാൻ അതിനെ തിരിച്ചു പറയാം. നമ്മളിൽ പലരും നശിച്ചു പോകാത്തത് കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരം ഉള്ളതുകൊണ്ടാ. പണ്ടേക്ക് പണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് നിന്നെ നീക്കിക്കളയാൻ ചില കാറ്റുകളും കോളുകളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിനെതിരെ വന്നിട്ടും അവയ്ക്കൊന്നും നിന്നെ തൊടാൻ കഴിയാത്തത് നിന്നെ കുറിച്ച് വിചാരമുള്ള ഒരുവൻ നിന്റെ ജീവിത പടകിലുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. യേശുവിന് നിന്നെ കുറിച്ച്, യേശുവിന് നിന്റെ കുടുംബത്തെ കുറിച്ച്, യേശുവിന് നിന്റെ തലമുറകളെ കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാ നീ നശിച്ചു പോകാതെ ഇന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ഉറങ്ങുന്ന യേശുവിനോട് പറയാം, നിനക്ക് വിചാരമില്ലയോ? അടുത്ത വാക്യങ്ങളിൽ കാണുന്നത് യേശു ഉണർന്നിട്ട് അവൻ എഴുന്നേറ്റ് നിന്ന്. ഇവന് വിചാരിച്ചു ഇവനിപ്പോ യേശു എന്ത് ചെയ്യും? കാറ്റിനെയും കോളിനെയും ശാസിക്കും. പക്ഷേ കാറ്റും കോളും അതുപോലെ നിൽക്കെ തന്നെ ഇവരെ നോക്കി പറഞ്ഞു, അല്പവിശ്വാസികളെ. അല്ലേ? അല്പവിശ്വാസികളെ, എന്താ ഈ കാറ്റ് വരും? ഇന്ന് രാത്രി ദൂത, കാറ്റുകൾ വരും, കോളുകൾ വരും, പ്രതികൂലങ്ങൾ വരും. പക്ഷെ ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞോ, നിന്റെ അല്പവിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, നിന്റെ വിശ്വാസം പോയാൽ, നീ വിശ്വാസത്തിൽ നടന്നില്ലെങ്കിൽ, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ, ഈ കാറ്റും കോളും നിന്നെ നിലവിളിക്കുമാറാക്കും, നിന്നെ തകർത്തു കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന് കോട്ടം വരരുതെന്ന്, നിന്റെ വിശ്വാസ ജീവിതത്തിന്, നിന്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കരുതെന്ന്, നീ അവിശ്വാസിയല്ല, പകരം വിശ്വാസിയായിരിക്കാൻ ഈ രാത്രി പരിശുദ്ധാത്മാവ് അവൾ നിന്നെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു രാത്രി കർത്താവ് ശക്തമായി പറയുന്നു, അവിശ്വസിച്ചാൽ കാറ്റു നിന്നെ തകർത്തു കളയും, അവിശ്വസിച്ചാൽ ഈ കോളുകൾ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, യേശുവിൻ നാമത്തിൽ എവിടെയൊക്കെയോ അവിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടും, ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ജഡത്തിൽ ജീവിക്കുന്ന നമ്മുടെ ലൈഫിൽ, നമ്മുടെ വിശ്വാസത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ എവിടെയൊക്കെയോ വന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒന്നും പറ്റാത്തത് എന്താണെന്നറിയോ? ഒരു കാറ്റിനും കോളിനും നിന്റെ ആയുസ്സിനെ തൊടാൻ കഴിയാതെ, നിന്റെ പ്രാണനെ തൊടാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിലും ഇന്നും നീ നിലനിൽക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ആരംഭത്തിൽ പറഞ്ഞ
പറഞ്ഞത് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. നിന്റെ പടകിലൊരുവനുണ്ട്, നിന്റെ പടകിലൊരുവനുണ്ട്, നിന്റെ പടകിൽ യേശുവുണ്ട്. നിന്റെ പടകിൽ യേശു ഉള്ളത് കൊണ്ട് നിന്റെ വിശ്വാസത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടും നീ തകർന്നു പോകാതെ ഇന്നും നിലനിൽക്കുന്നത് അവന്റെ കൃപയത്രേ. Praise the Lord. സ്തോത്രം. അപ്പോ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. യേശു ഇവരെ വിളിച്ചു അല്പവിശ്വാസികളെ. ഇനി വേറൊരിടത്ത് ഒരാള് ഊമനും ചെകിടനുമായ ഭൂതം ബാധിച്ച ഒരുത്തനെ കൊണ്ടുവന്നു. ഇവർ നേരെ കൊണ്ടുവന്നത് ശിഷ്യന്മാരുടെ അടുത്താണ്. ഇവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല. ഇത് വീണ്ടും ഉണ്ടായി. സ്തോത്രം. ഈ പ്രയാസം വീണ്ടും ഉണ്ടായി. അപ്പോൾ ഇവരൊരു കാര്യം ചെയ്തു, യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ സ്തോത്രം, യേശു ഇവൻ്റെ ഭൂതത്തെ പുറത്താക്കി. ആമേൻ. എന്നാൽ യേശു ഇവരെ ശാസിച്ചു, അല്പവിശ്വാസികളെ, ഞാൻ എത്രത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. സ്തോത്രം. അവർ പിന്നീട് ഒറ്റയ്ക്ക് യേശു ചോദിച്ചു, എന്തായി ഭൂതം പോവാത്തെ? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി ഭൂതം പോവാത്തെ? കർത്താവ് പറഞ്ഞു, എടാ നിൻ്റെ പാപമാണോ, നിൻ്റെ പ്രാർത്ഥന കുറവാണോ, അതാണോ ഇതാണോ? ഇതൊന്നുമല്ല പറഞ്ഞേ, ഒറ്റ കാര്യം പറഞ്ഞേ, സ്തോത്രം, വിശ്വാസം. വിശ്വാസം. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി ലൈഫിൽ കാണണോ? വിശ്വസിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആശിക്കുന്നതിന് ഒരു ഉറപ്പുണ്ടാകട്ടെ. കാണാത്ത കാര്യങ്ങൾ ഇന്നാളുകൾ ലൈഫിൽ കാണണോ? വിശ്വസിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ലൈഫിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഇന്ന് നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ നിന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആദിയായ വിശ്വാസം വെളിപ്പെടട്ടെ. ഒരു ഭയങ്കര വിശ്വാസം വ്യാപരിക്കട്ടെ. ദൈവസഭയിൽ ഒരു ഭയങ്കര വിശ്വാസം വ്യാപരിക്കട്ടെ. കുടുംബത്തിനകത്ത് ഭയങ്കര വിശ്വാസം വ്യാപരിക്കട്ടെ. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലായിരിക്കാം. കാറ്റുകൾ വരുന്നുണ്ടാകാം, കോളുകൾ വരുന്നുണ്ടാകാം. ഇന്ന് രാത്രി നിലവിളിച്ചു കൊണ്ടിരിക്കാതെ, പെറുപെറുച്ചു കൊണ്ടിരിക്കാതെ, പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഇന്ന് രാത്രി ശേഷ മനുഷ്യനെ പോലെ ഇരിക്കാതെ ഒരു വിശ്വാസിയെ പോലെ ചിന്തിക്കാൻ തുടങ്ങ്. ഒരു വിശ്വാസിയുടെ കണ്ണുകൊണ്ട് ചിലത് കാണാൻ തുടങ്ങ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്താൽ നടക്കാൻ തുടങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ ഇച്ചിരി കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ഞാൻ ഈ രാത്രി ദൈവം എനിക്ക് തരുന്ന വെളിപ്പാട് ഞാൻ ഇങ്ങനെ പറയാം. ഞാനത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത് പറയുന്നേ. യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി ഇളകുന്ന തിരമാല നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസമില്ലാത്തവൻ അതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും. എന്നാൽ വിശ്വാസമുള്ളവൻ അതിൻ്റെ മേളിൽ നടക്കുവാൻ തുടങ്ങും. അതിൻ്റെ മേൽ നടക്കുവാൻ തുടങ്ങും. കാരണം വിശ്വാസത്താൽ. അതെ 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 കാഴ്ചയാലല്ല, കാഴ്ചയാലല്ല, കാഴ്ചയാലല്ല. ദൈവമക്കൾ പ്രതികരിച്ച് കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല. ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് പ്രതികൂലമാ, ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് പോരാട്ടമാ, ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് ഇളകുന്ന തിരമാലയാ, ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് മഹാശർമ്മലമാ, ഒരു മഹാപർവതമാ. ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് യേശുവിന്റെ നാമത്തിൽ യോർദാനാ. ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് പ്രതിസന്ധികളാ. പക്ഷേ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞേ.
ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, നിന്റെ കൺമുമ്പിൽ നീ ചെങ്കടൽ കാണുന്നെങ്കിൽ, നിന്റെ കാഴ്ചയാൽ നീ അതാ കാണുന്നെങ്കിൽ, വിശ്വാസ കണ്ണു തുറന്ന് ഇന്ന് രാത്രി നോക്കിയാൽ ആ ചെങ്കടലിന്റെ നടുവിൽ ഒരു ചെങ്കൽ പാത നിനക്ക് കാണാൻ കഴിയും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിന്റെ മുമ്പിൽ നീ ഇന്ന് കാണുന്നത്, നിന്റെ കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നീ കാണുന്നത് ഒരുപക്ഷെ യോർദാനായിരിക്കും. എന്നാൽ ആ യോർദാന്റെ നടുവിൽ നീ കാണ്, ദൈവം നിനക്ക് വേണ്ടി ഒരു പാത ഒരുക്കിയിരിക്കുന്നത്. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന സെരുബാബേലേ, നിന്റെ മുമ്പിൽ നീ ഇന്ന് കാണുന്നത് ഒരു മഹാപർവ്വതമായിരിക്കും. എന്നാൽ നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട് നീ കാണുന്നത്, നിന്റെ മുമ്പിൽ ചിലത് സമഭൂമിയായിരുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. വിശ്വാസം ഈ രാത്രി വ്യാപരിക്കാൻ തുടങ്ങട്ടെ. അസാധാരണമായ ഒരു വിശ്വാസം ഇന്ന് രാത്രി വെളിപ്പെടുമെങ്കിൽ, അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ, ചില അത്ഭുതങ്ങൾ നിന്റെ സ്വന്തങ്ങൾ ഈ മാലുകൾ നിനക്ക് കാണാൻ കഴിയുമെന്ന് എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ വിശ്വാസം കൂടാതെ, കേൾക്കുന്നുണ്ടോ? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എത്ര നമ്മൾ വിശ്വസിച്ചാലും ദൈവം പ്രസാദിക്കുമ്പോഴാണ് അവിടുന്ന് നടക്കുന്നത്. ഉറപ്പാണല്ലോ. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിച്ചാൽ വിടുതല. ആമേ. ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ അത് നാട്ടുകാരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഞാനിപ്പോൾ സ്തോത്രക്കാഴ്ച ഇടുന്നെങ്കിൽ, ഞാൻ ദൈവവേലയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഞാൻ കർത്താവിനെ പ്രസംഗിക്കുന്നെങ്കിൽ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നെങ്കിൽ, അത് ആരെയും പ്രസാദിപ്പിക്കാനല്ല, ആരെയും കാണിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, എന്ത് ചെയ്യണം? ആമേൻ. വിശ്വാസം കൂടാതെ, വിശ്വസിക്കാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അപ്പൊ വിശ്വസിക്കാതെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യില്ല? വിശ്വസിക്കാതെ ദൈവം എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. വേറെ ഒരു കുറുക്കു വഴിയുമില്ല. അല്ലേ? സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊക്കെ ജാതികളായിരുന്നപ്പോൾ, നമ്മളൊക്കെ എന്താ പറയുക, ലോക മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കുരിശടി കണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഇച്ചിരി പണം നമ്മൾ ഇടുന്ന എന്തിനാ? എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാ? പ്രസാദിപ്പിക്കാനാ, പ്രസാദം കിട്ടാനാ. അല്ലേ? ആമേൻ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേറെ ഒരു വഴിയുമില്ല, വിശ്വാസം. ആമേ. ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഒരല്പം പോലും സംശയിക്കാതെ വിശ്വസിക്കണം. വിശ്വസിക്കണം. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി കർത്താവ് ശക്തമായി പറയുന്നു, ഈ നാളുകളിൽ വിശ്വസിക്കാമെങ്കിൽ ദൈവം പ്രസാദിക്കാൻ പോവുകയാണ്. ഓ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാറ്റ് കാണും. ഓ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരമാലകൾ കാണും, ചില കോളിളക്കങ്ങൾ നിനക്കെതിരെ വരും. പക്ഷെ അത് കാണുമ്പോൾ ഈ വിശ്വാസം എന്ത് ചെയ്യരുത്? അങ്ങനെയല്ലേ പത്രോസ് സംഭവിച്ചേ? ഒരിക്കൽ വെള്ളത്തിൻ്റെ മേളിലൂടെ കർത്താവ് നടന്നു വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് നീ ആണെങ്കിൽ, ആ തൊട്ടു മുമ്പ് ഭൂതമെന്ന് വിളിച്ചവനാ. അല്ലേ? കുറച്ച് മുന്നേ യേശുവിനെ കണ്ടിട്ട് ഭൂതം 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 എന്ന് വിളിച്ച ഈ പത്രോസ് ഇത് യേശുവിൻ്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റ ചോദ്യം, ഒറ്റ വാക്ക്, നീ യേശുവാണെങ്കിൽ ഈ വെള്ളത്തിലൂടെ, ഞാനതിങ്ങനെ പറയാം, നീ നടക്കുന്ന ഈ വെള്ളത്തിലൂടെ എനിക്ക് നടന്ന് നിൻ്റെ അടുക്കൽ. പുള്ളി എന്തിനാ ഇറങ്ങിയേ?
ഞാൻ ചവിട്ടിയാൽ നിൽക്കുമോയെന്ന് അറിയാനാ. അങ്ങനെയല്ല, അവിടെ എഴുതിയിരിക്കുന്ന ഈ വെള്ളത്തിലൂടെ നടന്ന് നിൻ്റെ അടുക്കൽ വരണം. അപ്പോൾ പുള്ളിയുടെ ലക്ഷ്യം എന്താണ്? യേശുവിൻ്റെ, നമ്മുടെയൊക്കെ ലക്ഷ്യം അതല്ലേ? നമ്മുടെ ലക്ഷ്യം അതല്ലേ? ഒന്നുകിൽ ഈ ഭൂമിയിൽ മരണപ്പെട്ട് കർത്താവിനോട് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ പോകണം. അല്ലെങ്കിൽ കർത്താവിന് രണ്ടാം വരവ് സംഭവിക്കുന്നെങ്കിൽ അതിലെടുക്കപ്പെടണം. രണ്ടും ഒന്നാ. യേശുവിൻ്റെ അടുക്കൽ പോകണം. ഈ ഒറ്റ ലക്ഷ്യമാ. രാമേൻ പറഞ്ഞേ, രാമേൻ പറഞ്ഞേ സന്തോഷത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു സഹോദരി ഏകദേശം 1-2 ആഴ്ചയ്ക്ക് മുമ്പ്, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്റ്ററേ, ഞാൻ ഫാന് നോക്കി കിടക്കുക, ഞാൻ ഫാന് നോക്കി കിടക്കുക, സ്തോത്രം, എങ്ങനെയും എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞ സഹോദരി ഇപ്പൊ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഇനി എന്ത് പ്രതികൂലം വന്നാലും ഞാൻ അതിനൊന്നും നോക്കുന്നില്ല, എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പോകണം, എനിക്ക് നിത്യതയെ പോകണം, എനിക്ക് നിത്യത പ്രാപിക്കണം. എന്താ മാറ്റം വന്നേ? ആമേൻ, ഒരു 2 ആഴ്ചക്കകത്ത് വന്ന മാറ്റമാ. സ്തോത്രം, ഒറ്റ ആരാധനയിൽ വന്ന മാറ്റമാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഭേരം നോക്കി ജീവൻ കൊടുക്കാൻ അവൻ കിടന്നവൻ അടുത്ത് പറയാ, ഈ വിശ്വാസം അകത്ത് വ്യാപരിച്ചപ്പോ പറയാ, എനിക്കിനി മരിക്കണ്ട, എനിക്ക് നിത്യതയെ പോണം. ഇന്ന് രാത്രി, ആമേൻ, ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പ്രസാദം ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സ്തോത്രം, ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ മേളിൽ നടന്നു. വെള്ളത്തിൻ്റെ മേളിൽ നടന്നപ്പോൾ പുള്ളി എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ ശബ്ദം കേട്ടു. ആമേൻ. തീരെ ഇങ്ങനെ പൊങ്ങുന്ന ശബ്ദം, കാറ്റടിക്കുന്ന ശബ്ദം, കടലിൻ്റെ ഉൾക്കടലിനകത്തുണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങൾ ഈ മനുഷ്യൻ്റെ ചെവികളിലെത്തിയപ്പോൾ യേശുവിനെ നോക്കി ഇറങ്ങി നടന്നവൻ, യേശുവിൻ്റെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞ് പടകിൽ നിറങ്ങിയവൻ ഇപ്പോഴിതാ വെള്ളത്തിൽ താഴാൻ തുടങ്ങി, വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ആമേൻ. മനസ്സിലാക്കുക, യേശുവിൻ്റെ അടുക്കൽ ഇവന് എത്താൻ കഴിഞ്ഞില്ല, വെള്ളത്തിൽ താഴാൻ തുടങ്ങി. എന്നാൽ എൻ്റെ കർത്താവ് വിട്ടോ? യേശു അവനെ വിട്ടില്ല. ഈ ലോകമാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോകമാണെങ്കിൽ പറയും, അല്ലേ, നീ എന്നിൽ നിന്ന് നോട്ടം മാറ്റിയത് കൊണ്ട് നിനക്ക് ഇങ്ങനെ തന്നെ വേണം, നീ താഴുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. പക്ഷെ എൻ്റെ കർത്താവ് അങ്ങനല്ല. നീ എവിടെ താഴുന്നോ അവിടെ അവൻ്റെ കരമിറങ്ങി വരും. ഈ രാത്രി ദൂത, നിനക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നീ താണുകൊണ്ടിരിക്കുമ്പോ, നീ മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോ, നിന്റെ കാലുകൾ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി ദൂത് പറയുന്നു, എൻ്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരും. എൻ്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ രാത്രി പിടിച്ചോ, അവൻ നിന്നെ പിടിക്കുന്നു, അവന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്നു. ഈ രാത്രി വിശ്വാസ കണ്ണു തുറന്ന് അവന്റെ കരത്തെ ഒന്ന് പിടിക്ക്. യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. നിന്റെ താഴ്ചയിൽ നിന്റെ കാലുകൾ താണുപോകുമ്പോ നീ നശിച്ച് പോകുമെന്ന് മനുഷ്യരും വിശാലും എഴുതിയ സ്ഥാനത്ത് ഇനി ഇവിടെ നിന്ന് നീ പൊങ്ങി വരത്തില്ലെന്ന് ആരൊക്കെ വിധി പറഞ്ഞു, അവിടെ കർത്താവ് പറയുന്നു, എന്റെ കരം നിന്നെ ഇന്ന് രാത്രി പിടിക്കുന്നു, നീ പൊങ്ങി വരും. കർത്താവ് ശക്തമായി പറയുന്നു, എവിടെയൊക്കെയോ നീ താണിടത്ത് ഞാൻ നിന്നെ പൊക്കുന്നു, എവിടെയൊക്കെ നീ താണുപോയിടത്ത് ഞാൻ നിന്നെ ഉയർത്തുന്നു. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? നീ താണുപോയിടത്ത് ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നു. എവിടെ നീ താഴ്ച കണ്ടോ, എവിടെ നിന്റെ കാലുകൾ താണുപോയോ, എവിടെ നിന്റെ കാലുകൾ താണുപോയോ, അവിടെ തന്നെ എന്റെ കരം നിന്നെ പിടിച്ചു നിർത്തും. ഈ രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ പിടിച്ചു നിർത്തും, ഞാൻ നിന്നെ നിർത്തും, ഞാൻ നിന്നെ
നിന്നെ നിർത്തും. വിശ്വസിച്ചോ? ഞാൻ നിന്നെ നിർത്തും. എവിടെ നിന്നെ നിർത്തത്തില്ലെന്ന് പിശാച് വാദിച്ചോ, ഞാൻ അവിടെ നിന്നെ നിർത്തും. നിന്റെ കാലുകൾ ഊന്നി നിൽക്കും ഒരു ഉറപ്പുള്ള പാറയിലെന്നത്. സ്തോത്രം. അപ്പോ ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചാൽ ദൈവം പ്രസാദിക്കും. ഒരാമൻ പറഞ്ഞാട്ടെ. ശ്രദ്ധിക്കണം. എനിക്ക് സഹായിക്കാൻ മനസ്സുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നെ ഒരാളെ പ്രസാദിപ്പിച്ച അവൻ ചോദിക്കുന്ന എന്തും ഞാൻ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സർവശക്തനായ ദൈവം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത് എന്നെഴുതിയിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ അവൻ പ്രസാദിക്കും. അവൻ പ്രസാദിച്ചാൽ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എവിടാ? ആരെ കാണാനാ വന്നേ? എന്നെ കാണാനല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആരായാലും ദൈവം ഉണ്ട്. എന്താണ്? അതൊക്കെ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. ഓ, ദൈവം ഉണ്ട്. ഉറപ്പുണ്ടോ? ദൈവം ഉണ്ട് എന്നും. അത് മാത്രമാണോ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്തൊക്കെയാ അറിയേണ്ടത്? ദൈവം ഉണ്ടെന്നും. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക്. ഇന്ന് രാത്രി ദൈവത്തെ ആരെങ്കിലും അന്വേഷിച്ചാൽ അവൻ മിണ്ടാതിരിക്കില്ല. ഓ, ഇന്ന് രാത്രി അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലേ? ഒരിക്കലൊരു സക്കായി അന്വേഷിച്ചു, യേശു എങ്ങനെയുള്ളവൻ. മൂട്ടി വന്ന് നിന്നു കൊടുത്ത് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, താഴെ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. കാണിച്ചു കൊടുക്കുകയല്ലട, നിന്റെ കൂടെ ഞാനിന്ന് നിൽക്കാൻ പോവാ. ഒരാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നോക്കണേ, തന്നെ അന്വേഷിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം എന്താ കൊടുക്കുന്നേ? പ്രതിഫലം. ഇന്ന് രാത്രി കർത്താവ് ദൂത് പറയുന്നു, നീ ദൈവത്തെ അന്വേഷിച്ചാൽ അവൻ നിനക്ക് പ്രതിഫലം തരും. എങ്ങനെ? ഹല്ലേലൂയ. നോക്കണേ, പ്രതിഫലം കൊടുക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ആരോടൊക്കെ പറയുന്നു, അവൻ നിനക്ക് പ്രതിഫലം തരാൻ പോവാ. ഈ ലോകം നിനക്ക് തന്നതെല്ലാം മോശം കാര്യങ്ങളാ. ഈ ലോകം നിനക്ക് തന്നതെല്ലാം നെഗറ്റീവായ കാര്യങ്ങളാ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് പ്രതിഫലം തരാൻ പോവാ. ഈ ലോകം തരാത്തതുപോലെ, ഈ ലോകത്തിന് തരാൻ കഴിയാത്തതുപോലെ അവൻ ഇന്ന് രാത്രി നിനക്ക് പ്രതിഫലം തരാൻ പോവാ. ഞാൻ ഇങ്ങനെ പറയാം, സ്ഥലം പോരാതെ വരുവോളം. ഓ, വിശ്വസിച്ച് പിടിച്ചേ. സ്ഥലം പോരാതെ വരുവോളം. അടുത്ത, അപ്പോ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത്? ദൈവം ഉണ്ടെന്നും, അല്ലേ? ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? ഒന്ന്, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. 2 കാര്യം വിശ്വസിക്കണം.
വെറുതെ ദൈവസന്നിധി വന്നാൽ പോരാ. എന്തൊക്കെയാ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന്. 2, പ്രതിഫലം തരുമെന്നും. ഈ 2-ൽ ഇന്ന് രാത്രി ദൈവം ഉണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവന്റെ മുമ്പിൽ നീ കാണും. ദൈവം ഉണ്ടെങ്കിൽ നീ കാണും. എന്നോട് ദൈവം പറയുന്നു അങ്ങനെ. ദൈവം ഉണ്ടെങ്കിൽ നീ അവനിൽ വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചാൽ നീയും കാണും. ഞാൻ പറയാം, ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ നിന്റെ പ്രാണനെ തൊടാൻ ഒന്നിനും കഴിയത്തില്ല. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? എങ്കിൽ നീയും കാണും. നീയും ഇവിടെ കാണും. നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും ആയുസ്സിന് മുമ്പേ ഒന്നും നിന്നെ തൊടത്തില്ല. ഇനി തന്നെ അന്വേഷിക്കുന്നവർക്ക് ഇന്ന് രാത്രി ദൂത് കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ വെറുതെ അന്വേഷിക്കുകയല്ല, പ്രതിഫലത്തോടെ ദൈവത്തെ അന്വേഷിക്കും. എന്ന് വെച്ചാ ദൈവത്തെ അന്വേഷിക്കുന്ന നീ ദേശത്തിന്റെ നടുവിൽ പ്രതിഫലം കിട്ടാതെ അലയാൻ ദൈവം അനുവദിക്കില്ല. മനസ്സിലായോ? ദൈവം നിന്നെ പ്രതിഫലത്തോടെ നിർത്തും. ദൈവം നിനക്ക് തരുന്ന പ്രതിഫലത്തോടെ അത് ദേശം കാണും. ദൈവത്തെ അന്വേഷിച്ചവൻ പ്രതിഫലത്തോടെ നിൽക്കുന്നത് വെറും കൈയോടെ അല്ല, ദൈവത്തിന്റെ പ്രതിഫലത്തോടെ. ഞാനിന്ന് രാത്രി പുതിയ നിയമഭാഷയിൽ പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. ഈ ഭൂമിയിലും പ്രതിഫലം, സ്വർഗത്തിലും പ്രതിഫലം. ഈ ഭൂമിയിലും പ്രതിഫലം, സ്വർഗത്തിലും പ്രതിഫലം. ഈ ഭൂമിയിൽ നിനക്ക് കിട്ടേണ്ട പ്രതിഫലം ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. നീ നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ നിത്യതയിലും നിനക്ക് ലഭിക്കേണ്ട പ്രതിഫലം അവൻ നിനക്ക് തരും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാൽ ആമേൻ. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം തന്നെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചേ. യെസ്, ഞാൻ അവിടുത്തെ ആ വാക്ക് മാത്രം എടുക്കുക. ദൈവം, ഉറക്കെ പറഞ്ഞേ, ദൈവം നമുക്ക് വേണ്ടി, ദൈവം പറഞ്ഞേ, നമുക്ക് വേണ്ടി, ആ കൈ ഒന്ന് ഉയർത്തി പറഞ്ഞേ, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരിക്കുന്നു എന്നല്ല, മുൻകരുതിയിരിക്കുന്നു. വിശ്വാസമുണ്ടോ? ദൂത് പറയുക, ഞാൻ നിനക്ക് വേണ്ടി കരുതാൻ പോവാ. ആണോ? അങ്ങനല്ല, ഞാൻ മുൻകരുതിയിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, എന്തൊക്കെയോ ദൈവം മുൻകരുതിയിരിക്കുന്നു. എന്താണ്? സെക്കൻഡ് ഹാൻഡ് തരാം കേട്ടോ ഇപ്പോഴത്തേക്ക്. അടുത്ത പ്രാവശ്യം, അടുത്ത പ്രാർത്ഥനയ്ക്ക് ഞാൻ നല്ലത് തരാം. എന്നാണോ? ഇച്ചിരി ഒടുവിൻ ചതവൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ഡാമേജൊക്കെ ഉണ്ട്. ഇപ്പം ഇതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആണോ? എന്താണ്? ഏറ്റവും ആ വാക്ക് അങ്ങനെ പിടിക്ക്.
ഏറ്റവും നല്ലതേ നീ വിശ്വസിച്ചാൽ ഈ ദൈവം നിനക്ക് തരത്തുള്ളൂ. ഏറ്റവും നല്ലത്, ഊനമില്ലാത്തത്, ഡാമേജ് ഇല്ലാത്തത്, യേശുവിൻ നാമത്തിൽ ഏറ്റവും നല്ലത് അവൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അത് പ്രാപിക്ക്. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി വിശ്വസിച്ചേ, വിശ്വസിച്ചേ. വിശ്വാസം ഈ രാത്രി ചലിക്കട്ടെ. കർത്താവ് മുൻകരുതിയ ആ ഏറ്റവും നല്ലത് ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം, പ്രാപിക്കണം, പ്രാപിക്കണം. അതിനെ തടയാൻ ഒരു ദുഷ്ടനും കഴിയില്ല. നിനക്ക് വേണ്ടി ദൈവം മുൻകരുതിയത് നീ തന്നെ പ്രാപിക്കും. എബ്രായ ലേഖനം 11:17 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ആ ആ ഇസഹാക്കിന് എന്ത് ചെയ്തു? എങ്ങനാ? വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ. ആ എബ്രായ ലേഖനം എഴുതിയ പൗലോസിന് തെറ്റിയതാണോ? തെറ്റിയതാണോ? 28 അധ്യായത്തിൽ കിടക്കുന്നു യാഗം അർപ്പിച്ചില്ലെന്ന്, അല്ലേ? 28 അധ്യായം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു യാഗം അർപ്പിച്ചില്ലെന്ന്. പക്ഷെ പൗലോസൂടെ പറയുന്നത് എന്ത് ചെയ്യുന്നു? വിശ്വാസത്താൽ അബ്രഹാം യാഗം പരീക്ഷയിൽ അർപ്പിച്ചു. എങ്ങനെ അർപ്പിച്ചു? അടുത്തെഴുതിയിരിക്കുന്നു, കേൾക്കണേ, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി, വല്ലവരുടെ അല്ല. ഈ മോനിൽ നിന്നൂടെ ജനിക്കുന്ന മക്കളെ, ഈ ഇസഹാക്കിലൂടെ ജനിക്കുന്ന മക്കളെ അബ്രഹാമേ, അബ്രഹാമിന്റെ തലമുറയെന്ന്. അങ്ങനല്ലേ? അങ്ങനല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ സക്കായിയുടെ വീട്ടിൽ വന്ന് നിന്ന് യേശു പറഞ്ഞെന്താ? ഇവരും അബ്രഹാമിന്റെ. ഇന്ന് ഈ വീട്ടില് അല്ലേ? വേറൊരാളെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പം കർത്താവ് പറയുക അബ്രഹാമിന്റെ സന്തതിയായിരുന്നവളെ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ? ആ കൂനിയായ സ്ത്രീ യേശുവിനെ എടുക്കുമ്പോൾ കർത്താവ് പറയുക അവളെ പിടിച്ച് നടക്കുക, ഇവള് അബ്രഹാമിന്റെ സന്തതിയാ, ഇവിടെ ബന്ധനം അഴിച്ച്. ഇന്ന് രാത്രി നീ ബന്ധനത്തിന്റെ കീഴിൽ കടക്കുന്നതല്ല. ഓ, എന്റെ കർത്താവിന് ഇഷ്ടം എന്താണെന്നറിയോ? മോറിയ മലയിൽ നിനക്ക് വേണ്ടി വില കൊടുത്തു. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ. ഓ, ഇത് വാഗ്ദത്വമാ. ഇന്ന് രാത്രി വാഗ്ദത്തം കിടക്കുന്നുണ്ട്. നീ ബന്ധനത്തിന്റെ കീഴിൽ കിടക്കത്തില്ല. വാഗ്ദത്തം നിന്റെ മേലുള്ളത് കൊണ്ട്, വാഗ്ദത്തം നിന്റെ മേലുള്ളത് കൊണ്ട്. അതൂത് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ഓ, ഇതൊരു ഭയങ്കര ദൂതാ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തവുമായി ഇന്ന് രാത്രി ഈ കസേരയിൽ വന്നിരിക്കുന്ന ആരാധിക്കുകയും ഇവിടെ ഈ മൈക്രോഫോണും പിടിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഈ കണക്ട് ചെയ്യപ്പെട്ട് ഒരു സക്കായി ഉണ്ടായിരുന്നു, ഇതുമായി കണക്ട് ചെയ്യപ്പെട്ട് ആ കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും വിടുതൽ കൊടുത്തെങ്കിൽ
അവർക്ക് രക്ഷ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നിനക്കും വിടുതലുണ്ട്, നിനക്കും വിടുതലുണ്ട്, നിനക്കും അത്ഭുതമുണ്ട്, നിന്നിലും ദൈവപ്രവൃത്തി ഉണ്ട്. കാരണം നിന്റെ മേലുള്ള വാഗ്ദത്തം ദൈവം നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണം. അപ്പൊ അബ്രഹാമിന്റെ മേലൊരു വാഗ്ദത്തം ഉള്ളത് കൊണ്ട് അബ്രഹാം ധൈര്യമായിട്ട് എന്ത് ചെയ്തു? നിന്റെ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടോ? ഉണ്ടോ വാഗ്ദത്തം? കയ്യിൽ വാഗ്ദത്തം ഉണ്ടോ? അതോ എവിടെയെങ്കിലും വന്ന വഴിയിൽ കളഞ്ഞുപോയോ? വാഗ്ദത്തം കയ്യിലുണ്ടെങ്കിൽ തൻ്റെ ഏകജാതനെ അർപ്പിക്കാൻ ദൈവം പറയുമ്പം നീ ധൈര്യമായിട്ട് കൊടുത്തോ. എന്താ കാരണം എന്നറിയോ? 19-ാം വാക്യത്തിൽ ഇരിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിപ്പാൻ ഈ വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം ശക്തനെന്ന് ഞാൻ എണ്ണുന്നു. എന്റെ തലമുറ എത്ര വലിയ മാസക്കുഴിയിലേക്ക് പോയാലും വാഗ്ദത്തം ദൈവം എനിക്ക് തന്നതുകൊണ്ട് ആ കുഴിയിൽ നിന്ന് തിരിച്ചു കയറ്റാൻ കഴിയുമെന്ന് അതിനെന്റെ ദൈവം ശക്തനെന്ന്. ഇന്ന് നിന്റെ ജീവിതം, ഇന്ന് നിന്റെ കുടുംബം, ഇന്ന് നിന്റെ അവസ്ഥ എത്ര മോശപ്പെട്ട അവസ്ഥയിലൂടാണ് ഇന്ന് പോകുന്നതെങ്കിലും കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നിന്നോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, അത് നിന്റെ മേലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്ക്, ധൈര്യമായിരിക്ക്. ആ പരീക്ഷയിലൂടെ നീ ധൈര്യമായി പൊയ്ക്കോ. നീ പുറത്തു വരുന്നത് അത്ഭുതകരമായി. എന്താ കാരണം അറിയോ? നിനക്ക് വാഗ്ദത്തം ചെയ്ത ദൈവം ഇതിലൂടെ നിന്നെ കടത്തി വിട്ടാലും നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവം ആരാണ്? ദൈവശക്തൻ. വിളിച്ചു പറ, വായി തുറന്ന് പറഞ്ഞ പിശാചി കേൾക്കട്ടെ. ദൈവശക്തൻ. എൻ്റെ ദൈവം സർവശക്തൻ. എൻ്റെ ദൈവം സർവശക്തൻ. എന്തിനാ ഇന്ന് നീ കടന്നു പോകുന്ന തീച്ചുളയിലൂടെ, ഇന്ന് നീ കടന്നു പോകുന്ന പ്രയാസത്തിലൂടെ നീ തകർന്നു പോകത്തില്ല. നിന്നെ അവിടെ പുറത്തു കൊണ്ടുവരാൻ കാരണം അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്തു പോയി. ഇന്ന് രാത്രി കർത്താവ് ആരോടൊക്കെയോ പറയുന്നു. നീ വിശ്വാസത്തോടെ ചിലതൊക്കെ അർപ്പിക്കുന്നു, ചിലതിലൂടെയൊക്കെ നീ കടന്നു പോകുന്നു. വിശ്വാസത്തോടെ ചില പ്രതിസന്ധികളിലൂടെ നടുവിലൂടെ നീ നടന്നു പോകുന്നു. കർത്താവ് ഇന്ന് രാത്രി കർത്താവ് ആരോടോ പറയുന്നു, നിന്നോട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ വാഗ്ദത്തം ചെയ്തു പോയത് കൊണ്ട് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല, എനിക്ക് നിന്നെ തള്ളിക്കളയാൻ കഴിയില്ല, എനിക്ക് നിന്നെ കളയാൻ കഴിയില്ല. കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഓ, ഇസഹാക്കിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ, അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ, മോറിയ മലയുടെ മുകളിൽ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ചതുപോലെ നിനക്ക് വേണ്ടി എന്റെ ദൂതനെ ഞാൻ അയക്കാൻ പോകുകയാണ്. ഞാൻ വാഗ്ദത്തം ചെയ്തത് കൊണ്ട്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്റെ വാഗ്ദത്തം നിന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇടപെടാൻ പോകുകയാണ്.
ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ പറയുന്നു, അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അവൻ എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം, അവനെന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം, അവനെന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ ആ വിഷയത്തെ അവൻ തിരികെ തരും. നിന്റെ കയ്യിൽ തിരികെ തരും, നിന്റെ കയ്യിൽ തിരികെ തരും. ദൈവം ചിലതൊക്കെ തിരികെ ആ വാക്കിന്ന് പിടിച്ചേ, തിരികെ നീ പ്രാപിക്കും, തിരികെ നീ പ്രാപിക്കും. ഓ, ദൈവത്തിൻ്റെ വചനം വെറുതെ എഴുതി വെക്കത്തില്ല, തിരികെ പ്രാപിക്കും. ആ വാക്കിന്ന് രാത്രി പിടിച്ചോ, നീ തിരികെ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ ഭാഗത്തൊരു ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. അബ്രഹാം ഇസഹാക്കുമായിട്ട് മേളിലോട്ട് കയറുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ അവിടെ ഒന്നുമില്ലാത്തൊരു പറയാത്തൊരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയാം. മേളിലോട്ട് കയറുമ്പം മോൻ ചോദിച്ചു, എല്ലാം ഉണ്ട്, വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു. അപ്പം പറഞ്ഞെന്താ ഹലോ, അപ്പം പറഞ്ഞെന്താ? ദൈവം നോക്കി കൊള്ളം, ദൈവം നോക്കിക്കൊള്ളം. വായി തുറന്നിന്ന് രാത്രി പറ, ഒന്നും കാണുന്നില്ല മുമ്പിൽ. മേളിലെത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്ന് രാത്രി ഒരു ഐഡിയ ഇല്ലാതെയാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ, ഒരു പ്ലാനും ഇല്ലാതെയാണ് ഇന്ന് രാത്രി വന്നിരിക്കുന്നെങ്കിൽ, ലൈഫിലൊന്നും ചാർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് രാത്രി നീ ഇരിക്കുന്നെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ, ഓ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ഈ രാത്രി വായി തുറന്ന് പറ, ദൈവം നോക്കിക്കൊള്ളും. എങ്ങനെ, എവിടെ, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ട് വായി തുറന്ന് പറ, ദൈവം നോക്കിക്കൊള്ളും. മേളിൽ ചെന്ന് എത്തി, അപ്പനും മോനും മേളിലെത്തി. ദൂതന്റെ വിളി കേട്ട്, ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൂതന്റെ വിളി കേട്ട് തല ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലൂടെ അബ്രഹാം കടന്നുപോയി, അല്ലേ? തല പൊക്കി നോക്കുന്ന ഒരവസ്ഥയിൽ അബ്രഹാം എത്തി. തല പൊക്കി നോക്കിയപ്പം എന്താണ്? തല പൊക്കി നോക്കിയപ്പം കാണുന്നെന്താ? കുറുങ്കാട്ടിനിടയിൽ, അങ്ങനല്ലേ, ഒരാട്ടുംകൊറ്റൻ. 22:13, ഉൽപ്പത്തി 22:13 ഞാൻ പറയുന്നേ. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോ പിമ്പുറത്ത് ഒരാട്ടുംകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത്. ദൂതിതാണ്. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ, ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിൽ വരെ ഞാൻ വെച്ചിരുന്ന ദൂതിതാണ്. ശ്രദ്ധിച്ച് കേട്ടോ. നീ ഒന്നും കാണാതിരിക്കുമ്പോഴും, സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇന്ന് രാത്രി ഒഴിവാക്കിയിട്ട് ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്നും വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ, ദൈവം നോക്കിക്കൊള്ളുമെന്ന് വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ നീ തയ്യാറാണെങ്കിൽ, നീ പറഞ്ഞത് തന്നെ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. അതാണ് ദൂത്. നീ എന്താണോ പറയുന്നത്, വിശ്വാസത്താൽ നീ എന്താണോ പറയുന്നത്, അത് നിന്റെ ലൈഫിൽ സംഭവിക്കും. വിശ്വാസത്താൽ നീ എന്താണോ പറയുന്നത്, അത് നിന്റെ കുടുംബത്തിൽ നടക്കും. കേട്ടോ?
കേട്ടോ? ഞാൻ ആവർത്തിക്കുന്നു, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്നും വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്താണോ പറയുന്നേ, നീ വായി തുറന്ന് എന്താണോ പറയുന്നേ, അത് നീ കാണും. അത് നീ കാണും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നീ പറയുന്നത് നടക്കും. നീ പറയുന്നത് നടക്കും. നീ പറയുന്നത് പോലെ നടക്കും. ഇന്ന് രാത്രി മുതൽ വിശ്വാസം പറയാൻ തുടങ്ങിക്കേ. അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു. സോദര, ഇന്ന് രാത്രി എന്താണോ പറയുന്നത്? എന്താണ് പറയുന്നത്? അത് നടക്കും. പറയ്. എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അത് പറയ്. എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? അത് പറയ്. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ചുമ്മാ നടന്ന് പറയ്. വീട്ടിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയ്. വെറുതെ ഒന്ന് പറയ്. കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇവൻ പൊട്ടനാ, ഇവനെന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി മുതൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ചെയ്യുമോ? ആമേൻ. കർത്താവിരിക്കട്ടെ. സ്തോത്ര. ഇന്ന് മുതൽ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയണം. രാത്രി ഇരുന്ന് പറയണം. പകലിരുന്ന് പറയണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദാരിദ്ര്യമല്ല പറയണ്ടേ, കടഭാരമല്ല പറയണ്ടേ, ബുദ്ധിമുട്ടല്ല പറയണ്ടേ, ഞെരുക്കമല്ല പറയണ്ടേ. വിളിച്ചു പറ, വിശാലത ഞാൻ കാണുന്നു. വിശാലത ഞാൻ കാണുന്നു. ഒരു വലിയ കൊള്ള കണ്ട് കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ചില സമഭൂമികൾ ഞാൻ കാണുന്നു. ചില വഴികൾ ഞാൻ കാണുന്നു. ചില ഉറവകൾ ഞാൻ കാണുന്നു. ചില പാറകൾ പിറക്കുന്നത് ഞാൻ കാണുന്നു. എനിക്കൊരു അത്ഭുതം ഞാൻ കാണുന്നു. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. എന്റെ തലമുറയുടെ നല്ല ഭാവി ഞാൻ കാണുന്നു. എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. എന്റെ സ്ഥിതി മാറുന്നത് ഞാൻ കാണുന്നു. എന്താണോ പറയുന്നേ? എന്താണോ പറയുന്നേ? വിശ്വസിക്കട്ടെ. എന്താണോ പറയുന്നേ അത് കാണും. എന്താണോ പറയുന്നേ അത് നടക്കും. 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 ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ ദൈവം നോക്കിക്കൊള്ളും. അല്ലേ? 22:8 പറഞ്ഞു നോക്കിക്കൊള്ളുമെന്ന്. 13 ദൈവം കാണിച്ചു കൊടുത്തു. ഞാൻ വീണ്ടും പറയുന്നു, ഉൽപ്പത്തി 22:8 ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. 13 എത്തിയപ്പോൾ ദൈവം അത് കാണിച്ചു കൊടുത്തു. ഞാനിങ്ങനെ പറയാം, നമ്മുടെ നാവ് എന്താണോ പറയുന്നത് അതായിരിക്കും നമ്മുടെ കണ്ണ് കാണാൻ പോകുന്നത്. നമ്മുടെ നാവ് അവിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ കാണുന്നതും അവിശ്വാസമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി വിശ്വാസം പറയാം. കർത്താവ് നമ്മളെ കാണിക്കും. കണ്ണുകളടച്ചേ. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ വീഞ്ഞ് തീർന്നു പോയി. കർത്താവ് പറയുന്നു സമയമായിട്ടില്ല, നാഴിക എത്തിയിട്ടില്ലെന്ന്. പക്ഷെ മറിയോന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അവണ്ണം ചെയ്യുവിൻ. അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവൻ എന്തെങ്കിലും കൽപ്പിക്കുമെന്ന്. അവളുടെ വിശ്വാസം കർത്താവ് കണ്ടിട്ട് അവൻ എഴുന്നേറ്റു. പന്തിയിൽ നിന്ന് എഴുന്നേറ്റു. ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പാൻ പറഞ്ഞു. കർത്താവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ പറയുന്നു,
ഞാൻ നിറയ്ക്കാൻ പോവാ. ഞാൻ നിന്നെ നിറയ്ക്കാൻ പോവാ. വിശ്വാസം പറഞ്ഞേ അത് സംഭവിക്കുന്നു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, വിശ്വാസം പറഞ്ഞാൽ അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കാൻ പോവാ. കണ്ണുകളടച്ചേ പ്രാർത്ഥിച്ചേ. പിതാവേ, നല്ല പകലിനായി സ്തോത്രം. ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ നടുവിലുള്ളതിന് നന്ദി. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരും കർത്താവ് നിറച്ചാട്ടെ. വലിയ വിടുതലുകൾ ദൈവത്തിൻ്റെ ആത്മാവങ്ങ് പകരുന്നതിന് സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടണം. അത്ഭുതങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യണം. ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഇറങ്ങേണ്ടതിന്, എൻ്റെ വിടുതലുകളുടെ വെളിപ്പെടേണ്ടതിന് കർത്താവ് സഹായിച്ചാട്ടെ. ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരും നിറയ്ക്ക്. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെടുത്തും. എല്ലാവരുടെ മേലും അങ്ങയുടെ സമാധാനം എന്ന് വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്താട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ സന്തോഷത്തോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകാൻ ദൈവം സഹായിക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ദിവസങ്ങളിൽ ചെയ്യും. കൃപയിലങ്ങ് മറച്ചാട്ടെ. മഹത്വം മുഴുവനും അങ്ങേക്ക്. പ്രാർത്ഥനകളുടെ കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.